അനന്തൻകാട് എന്ന ഏറ്റവും പുതിയ സിനിമ കണ്ട് വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. മുരളി ഗോപി തിരക്കഥ എഴുതി GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ആ പുതിയ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആര്യയുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, തിരക്കഥാകൃത്തുകൂടിയായ മുരളി ഗോപി അഭിനയിക്കുന്നുണ്ട്, സുനിൽ തെലുങ്ക് നടനാണ്, അദ്ദേഹമുണ്ട്, റെജിന കാസൻഡ്ര ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്, വിജയരാഘവൻ, സാഗർ സൂര്യ, ശാന്തി ബാലചന്ദ്രൻ തുടങ്ങിയൊരു ആക്ച്വലി വലിയൊരു താരനിരയുമായിട്ട് വരുന്നൊരു സിനിമയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട്. സിനിമ ആകെ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചില മൊമെൻറ്റ്സ് ഭയങ്കര ഹൈ തന്നു, ഒരുപാട് സന്തോഷം തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, ചില ഇമോഷൻസ് നല്ലോണം ഹുക്കാവുന്നുണ്ടായിരുന്നു. ആൻഡ് ആ സിനിമ പറഞ്ഞ പൊളിറ്റിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ ഫാക്ടേഴ്സും ഉണ്ട്. ആകെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിട്ടാണ് ഞാൻ അനന്തൻകാടിനെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ചെറിയൊരു സങ്കടം എന്തായിരുന്നു വെച്ചാൽ തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലെക്സിൽ ഓടി വണ്ണിലിരുന്നാണ് സിനിമ കണ്ടത്. ചില രംഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആരും എന്താ കൈയടിക്കാത്തത്, എന്ത് ഗംഭീര മൊമെൻ്റാണ്. കാരണം ഈ സിനിമയിൽ നമ്മൾ ആര്യ മലയാളത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് പറയാവുന്ന തരത്തിലൊരു സിനിമ, അങ്ങനെയാണ് ഇവർ മാർക്കറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സിനിമ വരുന്നു. ആ സിനിമയിൽ പക്ഷേ ആര്യ അല്ലടോ നായകൻ. ഈ സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ്റെ കഥ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതെങ്ങനെയൊക്കെയെന്ന് പറയുന്ന ആ കണക്റ്റിംഗ് ഫാക്ടേഴ്സില്ലേ, അത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് വർക്കാവുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം അസ്തിത്വത്തിന് വേണ്ടി പോരാടുന്ന തമിഴനും ഇവിടെ ഭരണകൂടങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഗുണ്ടകളാക്കി മാറ്റി ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്ന ചേരികളിൽ താമസിക്കേണ്ടി വരുന്ന മനുഷ്യരും, ഇവരുടെയൊക്കെ കഥകളിലെ സിമിലാരിറ്റി, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾ അവർ റിയാക്ട് ചെയ്യുന്നത്, അവിടെ നിന്നുണ്ടാവേണ്ട വിപ്ലവം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനന്തൻകാട് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ഈ പറഞ്ഞ ആര്യ നായകൻ എന്ന് പറയുന്നൊരു സാധനമല്ല, ഇതിനകത്ത് പൊളിറ്റിക്സ് ആണ് നായകൻ. അതിലത്തെ ഇമോഷൻസ് ആണ് അവിടെ ഏറ്റവും നന്നായിട്ട് വർക്കാവേണ്ടത്. എനിക്കത് ഗംഭീരമായിട്ട് കിട്ടിയിട്ടേ ഒരു ഡയലോഗൊക്കെ പറയണ കേട്ടിട്ട് അയ്യോ ആരും എന്താടോ, എനിക്ക് അങ്ങോട്ട് കോവി കൈയടിക്കാൻ തോന്നിയ പോലത്തെ മൊമെൻ്റ് ആയിരുന്നു. ആരും അനങ്ങിയില്ല. ഞാൻ പൊതുവേ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണല്ലോ, അപ്പോൾ അത് ഒറ്റയ്ക്ക് എൻ്റെ വായിന്ന് വരില്ല. വേറെ ആരും കൂടി കൈയടിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു സാധനം അത് എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിന് DOP ചെയ്തിട്ടുള്ളത് S യുവയാണ്, എഡിറ്റർ രോഹിത് VS വാര്യത്താണ്, മ്യൂസിക് B അജ്നേഷ് ലോക്നാഥാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ പാട്ടുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മുഴുവൻ എൻ്റെ മനസ്സിൽ മറ്റേ അസുരവ ആ സാധനം ഇങ്ങനെ കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലെ പാട്ടുകൾ അവിടെ നിന്ന് അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമ ടോട്ടലി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡ് ഉണ്ടല്ലോ, അതിന് വേണ്ടി ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അയ്യോ നമ്മൾ പോസിറ്റീവ്സായിട്ട് പറഞ്ഞു തുടങ്ങേണ്ടതല്ലേ. ഒന്നാമത്തെ പോസിറ്റീവായിട്ട് മ്യൂസിക് തന്നെ വെച്ചോളൂ, ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില പാട്ടുകൾ പ്രത്യേകിച്ച് നമ്മൾ ചുമ്മാ പാടി കേട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഏതൊക്കെയാണെന്ന് എണ്ണിപ്പെറുക്കി പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ചേരിയിലൊരു ആഘോഷം വരുമ്പോൾ അവിടെ പ്ലേ ചെയ്യുന്ന പാട്ടും, അതുപോലെ ഇവർ പൂരപ്പറമ്പിൽ നിന്ന് പാടുന്ന പാട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാലഘട്ടത്തിനൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫീൽ ഉണ്ട് എവിടെയോ. വളരെ റോ ആയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ, പൊളിറ്റിക്സിനെ, ആളുകളുടെ ഇമോഷൻസിനൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിനോട് ഏറ്റവും നീതിയുക്തമായി ചേർന്ന് നിൽക്കുന്ന ഒരു മ്യൂസിക് എന്നാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ടോട്ടലായിട്ട് പറയാനുള്ളത്. വിഷ്വൽ പരിപാടികളും അടിപൊളിയായിരുന്നു. കാലഘട്ടത്തിനോട് നീതി പുലർത്തുക എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കുഞ്ഞു കാര്യം പറയാം. ഇതിനകത്ത് ശാന്തി ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൻ്റെ അനിയനുണ്ട്, അവൻ്റെ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിനിമയിൽ തുടക്കത്തിൽ നമ്മളത് ഊഹിക്കുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം, ഇവർ ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിൽ അവൻ്റെ പേര് മറ്റേ കുനുകുനാന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സീനിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ചുമരിൽ ചുമ്മാ കുത്തി വരച്ച പോലെ ഉണ്ടാവും. കുഞ്ഞുങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ വരെ, അതായത് അത്രയും ഡീറ്റെയിലിങ് അവർ വിഷ്വലിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് അടിപൊളി. പക്ഷേ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ മാത്രം എനിക്ക് ചില ഇടങ്ങളിൽ ഈ എഡിറ്റിങ്ങിന് ഭയങ്കരമായിട്ട് കയറി വരുന്നത്. ഒരു ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണി കഴിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് അവിടെ കെട്ട് ഇവിടെ കെട്ട് അപ്പുറത്ത് കെട്ട് എന്ന് പറഞ്ഞ പോലെ കുറേ കട്ട്സ് ഭയങ്കര ഫാസ്റ്റ് ആവുന്നുണ്ടോ, പ്രത്യേകിച്ച് തുടക്കത്തിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് പാറ്റേണിൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് വരുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ ശ്രീലങ്കയിൽ നടക്കുന്ന കുറച്ച് ഫൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി തിരക്കഥാകൃത്തും സംവിധായകനും ഒരുപാട് തമിഴ് സിനിമ കാണുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണോ, ശരിക്കും ഒരു തമിഴ് സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ന്യായീകരിക്കാൻ പറയാൻ പറ്റുന്നൊരു കാര്യം, മനുഷ്യൻ്റെ കഥ എല്ലായിടത്തും സെയിം ആണല്ലോ. പക്ഷേ ആ ഒരു ഫൈറ്റ്, കുറേ നേരം നീണ്ടു നിൽക്കുന്നൊരു ഫൈറ്റ്, ഒരുപാട് നമ്മളെ ഇമോഷണലി ഹോണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ ആ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കാര്യങ്ങൾ, ആ ഇമോഷൻസൊക്കെ ഭയങ്കര ഡെപ്തിൽ വർക്കാവുന്ന പോലെ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഈ സിനിമയിൽ ആ പോർഷൻസ് എനിക്ക്, ഇത് സിനിമയാണ് ഞാൻ കാണുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കാണുന്ന പോലെ ഉണ്ട്. പല സിറ്റുവേഷൻസിലും നമ്മൾ ആ പെയിൻ്റ് അകത്തേക്ക് കയറും. അത് നമുക്കങ്ങ് ആ ഒരു സാധനം വന്നില്ല, എവിടേക്കോ തങ്കച്ചിപ്പാസം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇമോഷൻ അല്ല അവർ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിങ്ങോട്ട് ഹിറ്റായില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ പറയുന്ന ഇമോഷൻസ് എനിക്ക് ചിലയിടങ്ങളിൽ പീക്കായിട്ട് കിട്ടി. അതിലൊന്ന് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ, 1-2 ഡയലോഗുകളുണ്ട് മാൻ,
പൊളിയാണ്. എന്ന് വെച്ചാൽ പുള്ളി ഈ സീനിൽ ആക്ച്വലി ഞാൻ വിചാരിച്ച പുള്ളി കുറച്ചുകൂടി കട്ടി കൂടിയ തെറി പറയും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അത് കേൾക്കുമ്പോണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ കയറി പറയുന്നൊരു സാധനം അടിപൊളിയായിട്ട് അങ്ങനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമോഷണൽ സീക്വൻസുകൾ ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന പോലത്തെ ഒരു, അതായത് മുരളി ഗോപി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ സീനിന് അതിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ അത് ഇന്ദ്രൻസേട്ടൻ വന്ന് നിൽക്കുമ്പോൾ അതങ്ങ് എൻഹാൻസ് ആവുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. എന്താ പറയുക, നമുക്കങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഇമോഷൻ ബിൽഡ് ചെയ്തൊരു സീനാണ് ശ്രീലത നമ്പൂതിരി. ആ പെർഫോമറിൻ്റെ ഒരു അവർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മോണോ ആക്റ്റോ അല്ലെങ്കിൽ ഒരു സ്ഥിരം ടിപ്പിക്കൽ സാധനം ആവുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അത് പറയുമ്പോണ്ടല്ലോ, അതും അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ അവർ ഓർത്തെടുത്ത് പറയുന്ന സാധനമൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ ആ തീച്ചുളയിൽ കൂടി നടന്നു വന്നവരാടോ എന്ന് പറയുന്ന പോലെ അങ്ങനെ അവർ പെർഫോം ചെയ്തു. ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വിജയരാഘവൻ ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് ചെയ്തു. അതുപോലെ ഇപ്പോൾ മുരളി ഗോപി ആണെങ്കിലും ഈ സിനിമയിൽ നമ്മൾ കാണുന്ന എല്ലാവരും ചെറിയും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖില വിമൽ ആക്ച്വലി കുറച്ചേ ഉള്ളൂ. അപ്പൻ ശരത്തുണ്ട്, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും സിനിമയിൽ നമ്മൾ കാണുന്ന എല്ലാവരും ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫൈറ്റ് സീക്വൻസുകളിലേക്ക് വരുമ്പോൾ ഇതിൽ കുറേ ഗംഭീര ഫൈറ്റ് സീക്വൻസുകൾ വരുന്നുണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പക്ക സിനിമാറ്റിക് ആയിട്ട് അത് ഫീൽ ചെയ്തു. ഒരു തമിഴ് സിനിമ കാണുന്ന പോലെ. അതുപോലെ ഈ ചേരിക്കകത്ത് പോലീസുകാർ കയറി ഇറങ്ങുന്ന അങ്ങനത്തെ ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ബിന്ദു പണിക്കരൊക്കെ ഓർമ്മ വന്നു. അതായത് അയ്യോ എൻ്റെ TV, അയ്യോ എൻ്റെ ഫ്രിഡ്ജ്, ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ, അങ്ങനെ ഒരു വെപ്രാളം കാണുന്ന പോലെ തോന്നി. ഒരു ഭയങ്കരമായി ബാധിക്കപ്പെട്ടിട്ടുള്ള ജനക്കൂട്ടത്തിൻ്റെ വിഷ്വൽസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ലോമോ സാധനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു. എല്ലാം പെയിൻഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ പ്രേക്ഷകൻ അതിൽ നിന്ന് ഇരുന്ന് ആ പെയിൻ നമുക്ക് കിട്ടണ്ടേ, അതിന് കുറച്ചും കൂടി സമയം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു സ്ലോമോയോ അല്ലെങ്കിൽ ഒരു ഷോട്ട് അങ്ങനെ കുറച്ചും കൂടി ലെങ്ത്തിലൊക്കെ വെച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ കുറച്ച് ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ ഓൾഡ് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ സാധനം അടിപൊളിയാണ്. നമ്മൾ തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്യുന്ന നല്ല ഇടിയും പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ട്, അവസാനം വരെ ഞാൻ പുള്ളീനെ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് ഗുഡ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കൂ. പിന്നെ ഒരു സീൻ, അത് ഓൾറെഡി അവർ സ്നീക്ക് പീക്കായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. SFKയുടെ ഓഫീസിൽ പോയി കത്തിയൊക്കെ ആയിട്ട് ഒരു ചെക്കൻ കയ്യിലൊരു ചരടും കെട്ടി അവൻ്റെ അമ്മ മാടങ്കോവിൽ നിന്ന് അവനും ഭസ്മവും തൊട്ട് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നീയൊക്കെ ആ ചരട് മുറിപ്പിക്കൂടാന്ന് അവിടെ കയറി ചെല്ലുമ്പോൾ ചോദിക്കുന്നൊരു സീനുണ്ട്. അതിൽ മുരളി ഗോപി പറയുന്നൊരു ഡയലോഗും ഉണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഇവരൊക്കെ ആരടാ, നീ ഈ ആശയങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതും പോവും, ഈ വിശ്വാസങ്ങളും പോവും, രണ്ടും ഒരുമിച്ചേ പോകാവൂ എന്ന് പറയുന്നുണ്ട്. അതൊരു ഗംഭീര സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മനുഷ്യർ തലമുറകളായി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരുന്ന ഒരു വിശ്വാസമുണ്ട്. അത് നമ്മുടെ കോറായിട്ടുള്ളൊരു വിശ്വാസമാണ്. ഇതിനെ വെട്ടിക്കണ്ടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ആക്കി എല്ലാവരും അങ്ങ് മാറി അങ്ങ് വിശ്വസിച്ചോണോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഏതൊരാളായാലും, അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി BJPക്കാർ കുറേ നൂല് കെട്ടിയ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയാലും, ഏത് പെയിൻ്റ് അടിച്ച രാമനോ ലക്ഷ്മണനോ വന്നാലും നമ്മളിവിടെ മാടനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പാമ്പിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മരത്തിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെ വിശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന, നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ആ വിശ്വാസത്തിനെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരാശയം അത് ഏവം കൊണ്ടിറക്കിയാലും അതങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്. ആ സമയത്തുള്ള ഫൈറ്റും മുരളി ഗോപിയുടെ ആറ്റിറ്റ്യൂഡും അതിന് അടിപൊളിയാണ്. അത് നമ്മൾ സ്നീക്ക് പീക്കിൽ ഓൾറെഡി അവർ ഇറക്കി, പക്ഷേ അത് തിയേറ്ററിൽ കാണാനുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ അവിടെ ഇവിടെ കിട്ടിയ ചില സാധനങ്ങൾ, ചില പാറ്റേണുകളൊക്കെ കുറച്ച് പ്രൊഡിക്റ്റബിൾ, നമുക്കറിയാവുന്ന, ഇതിനു മുമ്പ് പല സിനിമകളിലും കണ്ടിട്ടുള്ളതെന്നൊക്കെ തോന്നുമെങ്കിലും ചില മൊമെൻറ്റ്സിൽ സിനിമ അങ്ങ് ഒരു ഫീലാണ്, ഒരു സാധനമാണ്. അതിനകത്ത് ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഇപ്പോൾ തിരുവനന്തപുരംകാരെയൊക്കെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളില്ലേ, അതിൽ ചിലതൊക്കെ കടന്നു വരികയും അതിനുള്ള കൗണ്ടർ കൊടുക്കലും ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ളതുകൊണ്ട് എന്ന് ഫീൽ ചെയ്ത ഒരു സിനിമ അനുഭവമാണ് അനന്തൻകാട്. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഗംഭീര സാധനം എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയില്ല. പക്ഷേ മുരളി ഗോപി അറിഞ്ഞ് എഴുതിയിട്ടുണ്ട്, സംവിധായകൻ അത് മനോഹരമായിട്ട് നോക്കിയിട്ടുണ്ട്, പെർഫോമേഴ്സ് അറിഞ്ഞ് പെർഫോം ചെയ്തിട്ടുണ്ട്, ഓഡിയോ വിഷ്വൽ പരിപാടിയും കൊള്ളാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഈവൻ ഞാൻ പറഞ്ഞ ഡയലോഗുകൾ പോലും നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും പെർസീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.